لا تخلف الميعاد. വലിയ പ്രമുഖനായ താബി പണ്ഡിതനാണ് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, വലിയാണ്, സൂഫിയാണ്. ആ മഹാനവറുകള് രാത്രി ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. വല്ലാതെ ഇങ്ങനെ കരയുകയാണ്. അപ്പൊ വീട്ടുകാര് കാരണം അന്വേഷിച്ചു, എന്തിനാണ് മഹാനവറുകൾ ഇങ്ങനെ കരയുന്നത്? മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു എന്തിനാണ് കരയുന്നത്? വീട്ടുകാര് കാരണം അന്വേഷിച്ചു. മഹാനവറുകൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ കരച്ചില് കൊണ്ട് എന്താണ് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്ന് ഇവർക്ക് തിരിയുന്നില്ല. അപ്പോ വീട്ടുകാര് മഹാനായ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, ഒരു വലിയ മഹാനാണ്, ഓരെ വിളിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വരണം. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്, വല്ലാതെ കരയുന്നു. എന്തിനാണ് കരയുന്നത് എന്ന് അറിയുന്നില്ല. അതുകൊണ്ട് അതിന്റെ കാരണം ഒന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഒന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. അങ്ങനെ മഹാനായ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു, ഹാസിം എന്നതൊരു പേരാണ്, നല്ല പേരാണ്. അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം വന്നു, കാരണമന്വേഷിച്ചു. അപ്പൊ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കാരണം പറയുന്നുണ്ട്. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. അപ്പൊ എന്താണ് കാരണം പറയുന്നത്? മഹാനവറുകള് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. ഒരു ആയത്ത് ഓതിയിട്ടാണ് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു കരയുന്നത്. ആയത്ത് എന്താണ്? വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. സൂറത്തു സുമറിലെ 47-ാമത്തെ ആയത്താണ്. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. ആ ആയത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത് അവര് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങള് അവർക്ക് അല്ലാഹുവിൽ നിന്ന് വെളിവാക്കുന്നതാണ്. വബദാലഹും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അവർക്ക് വെളിവാക്കും. മാ ലം യകൂനൂ യഹ്തസിബൂൻ, അവർ വിചാരിക്കാത്ത കാര്യങ്ങളെ അല്ലാഹു അവർക്ക് വെളിവാക്കി കൊടുക്കും. ഈ ആയത്ത് ഓതിയിട്ടാണ് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു കരയുന്നത്. ഇത് കേട്ടപ്പോ മഹാനായ അബൂ ഹാസിം റളിയല്ലാഹു അൻഹും കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഒരാളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടിയാണ് വേറെ ആളെ കൊണ്ടുവന്നത്. വന്ന ആളും ഈ ആയത്ത് ഓതിയപ്പോൾ അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ട് കരയുകയാണ്. മഹാന്മാരങ്ങനെയാണ്. ആയത്തിന്റെ പൊരുളുകൾ അറിഞ്ഞാൽ എല്ലാവരും കരയും. നാഥനായ റബ്ബിനെ വേണ്ടതുപോലെ ചിന്തിച്ചാൽ എല്ലാവർക്കും കരയാൻ കഴിയും. അപ്പൊ വീട്ടുകാര് പറഞ്ഞു, അല്ലയോ മഹാനവറുകളെ, അബൂ ഹാസിം തങ്ങളെ, മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു കരയുന്നത് കണ്ടപ്പോൾ ആ കരച്ചിൽ എന്താണെന്നും അത് നിർത്താൻ വേണ്ടിയുമാണ് നിങ്ങളെ കൊണ്ടുവന്നത്. പക്ഷേ
നിങ്ങളും കരയുകയാണല്ലോ. അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ ശക്തി കൂട്ടുകയാണല്ലോ നിങ്ങൾ ചെയ്തത്. അദ്ദേഹം കരയാനുള്ള കാരണം എന്താണ്? അബൂ ഹാസിം റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് മഹാനവറുകൾ പറയുന്നതെന്നറിയുമോ? അതേ, മഹാനവറുകൾ പറയുകയാണ്, സൂറത്തു അശ്റിലെ അതേ പവിത്രമായ ആ മഹത്തായ ആയത്ത്, സൂറത്തു സുമറിലെ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറയുന്നു, അല്ലാമ ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നല്ലതാണെന്ന് കരുതി ചെയ്യുന്ന ചില കാര്യങ്ങള്, നല്ലതാണെന്ന് കരുതി ചെയ്യുന്ന ചില അമലുകൾ, ആ അമലുകള് ആഖിറത്തിലെത്തുമ്പോൾ തിന്മകളായി മാറിയിട്ടുണ്ടാകും. അതാണ് വബദാ ലഹും മിനല്ലാഹ്. ശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ആയത്ത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് നല്ലതാണെന്ന് അവരെ ചെയ്യുന്ന കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലെത്തുമ്പോൾ അത് തിന്മകളായി മാറിയിട്ടുണ്ടാകും. എന്താണ് കാരണം? തിന്മകളായി മാറാനുള്ള കാരണം എന്താണ്? സുബ്ഹാനല്ലാഹ്, അത് അവരുടെ മോശത്തരമാണ്, അവരുടെ പ്രവർത്തനമാണ്. അവര് ആ അമലുകൾ ചെയ്യുമ്പോ ഇഖ്ലാസ് ഉണ്ടായില്ല, ലോകമാന്യം കരുതി. ആളുകളൊക്കെ ഒന്ന് കാണണം, എല്ലാവരുടെയും മുന്നിൽ എനിക്കൊന്ന് നന്നാവണം, ഞാൻ വലിയ ആബിദാണെന്നൊക്കെ എന്നെ കുറിച്ച് ആളുകൾ പറയണം എന്ന ധാരണയോടുകൂടെ അമലുകൾ ചെയ്തു. ആഖിറത്തിലെത്തുമ്പോൾ അത് തിന്മകളായി മാറിയിട്ടുണ്ടാകും. അതുപോലെ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമെന്ന് കരുതി ചില പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ തൗബ ചെയ്യാൻ സമയം കിട്ടും മുന്നേ മരണമെത്തിയിരിക്കും. അതാണ് ആ ആയത്തിന്റെ അർത്ഥം. അതോ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങള് അള്ളാഹു ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ പിന്നെ പേടിക്കാണ്ടിരിക്കും? സുബ്ഹാനല്ലാഹ്. وَبَدَا لَهُم مِّنَ اللَّهِ مَا لَمْ يَكُونُوا يَحْتَسِبُونَ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ തെറ്റ് ചെയ്യുമ്പോ പിന്നെ തൗബ ചെയ്യാം, നന്നാവാം എന്ന ധാരണയിൽ നമ്മൾ തെറ്റ് ചെയ്യും. പക്ഷെ ആ തൗബ ചെയ്യുന്നതിന് മുമ്പ് മരണം വന്നാലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാലോ, ആളുകളൊക്കെ കാണാൻ വേണ്ടി വലിയ അമലുകൾ നമ്മൾ ഇങ്ങനെ ചെയ്യും. ആഖിറത്തിലെത്തുമ്പോൾ ആ അമലുകളൊക്കെ നമുക്ക് തിന്മകളായാലോ, എന്റെ അമലുകൾ അങ്ങനെയുള്ള അമലുകളാണോ എന്ന് ചിന്തിച്ചിട്ട് സയ്യിദുനാ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഇത് കേട്ടപ്പോ അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളും കരയതേ മഹാനായ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി.
ഇതങ്ങ് പറഞ്ഞപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളും കരയാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന, അല്ലാഹു സ്വീകരിക്കുന്ന വലിയ അമലുകളായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരിക്കലും ആഖിറത്തിലെത്തുമ്പോ നമ്മൾ ചെയ്ത അമലുകൾ നമുക്ക് എതിരായി പറയുന്ന ഒരു സാഹചര്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകരുതേ അല്ലാഹ്. മരണത്തിന് മുമ്പ് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടിക്കപ്പെട്ടവരായ നിലയിൽ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന നല്ല മുത്തഖീങ്ങളിൽ, നല്ല മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അതാണ് മഹാനായ സരിയുസ് സഖതി റളിയല്ലാഹു അൻഹു. ഇന്ന് റമളാൻ 6. മഹാനായ സരിയുസ് സഖതി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ ദിവസമാണ്. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനാണ്. വലിയ മഹാനാണ് സരിയുസ് സഖതി റളിയല്ലാഹു അൻഹു. ബഗ്ദാദിൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് മഹാനവറുകൾ വിശ്രമിക്കുന്നു. ഉസ്താദും ശിഷ്യനും കിടക്കുന്ന കിടത്തം കണ്ടാൽ മാഷാ അല്ലാഹ്, ഉസ്താദിന്റെ കാൽഭാഗത്താണ് ശിഷ്യന്റെ തലഭാഗമുള്ളത്. സരിയുസ് സഖതി റളിയല്ലാഹു അൻഹു ഗുരുനാഥനാണ്. ആ ഗുരുനാഥന്റെ തലയുടെ ഭാഗത്താണ്, കാലിന്റെ ഭാഗത്താണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സൂഫി ലോകത്തെ ചക്രവർത്തി കിടക്കുന്നത്. എത്ര വലിയ അദബോടുകൂടെയുള്ള കിടത്തമാണ്. ആ മഹാനായ സരിയുസ് സഖതി റളിയല്ലാഹു അൻഹു അവരുടെ ആണ്ടിന്റെ ദിവസമാണ്. എല്ലാവരും ഓതണം ഒരു ഫാത്തിഹ. ഇലാ ഹളറത്തി സരിയുസ് സഖതി റളിയല്ലാഹു അൻഹു الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. അപ്പോൾ മഹാനായ സരിയുസ് സഖതി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓരോ ഹളറാത്തിലേക്ക് നമ്മൾ ഓതിയ ഫാത്തിഹയുടെ അതി അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. മഹാനവറുകൾ പറഞ്ഞു, ഞാന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാന് അള്ളാഹുവിനോട് 30 വർഷമായി മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ 30 വർഷമായി ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നല്ലതാണ് എന്ന് ചെയ്തു തോന്നുന്ന കാര്യങ്ങൾ ചിലത് മോശമായി വരും. ഇവിടെ മഹാനായ സരിയുസ് സഖതി റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് 30 കൊല്ലം അള്ളാഹിനോട് പാപമോചനത്തെ ചോദിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. ഒരു അൽഹംദുലില്ലാ പറഞ്ഞതിന്റെ പേരിൽ എന്തിനാ പാപമോചനത്തെ തേടേണ്ട ആവശ്യം? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പാപമോചനം തേടാം, അത് നല്ല കാര്യല്ലേ. പിന്നെ റബ്ബിനോട് പാപമോചനം തേടുന്നത് എന്തിനാണ്? അപ്പോൾ മഹാനവറുകളോട് ചോദിച്ചു കേട്ടവര്, എന്തിനാണ് മഹാനവറുകളെ
നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയുന്ന അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് എന്തിനാണ്? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, വിലായത്തിന്റെയൊക്കെ അധികാരങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് മഹാനവറുകൾ ഒരു കട നടത്തിയിരുന്നു. ബഗ്ദാദിൽ വലിയൊരു കട നടത്തിയിരുന്നു മഹാനവറുകൾ. ആ കട ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കടയിലെ സമീപത്ത് വലിയൊരു തീപിടുത്തമുണ്ടായി. വലിയ തീ ഇങ്ങനെ ആളിപ്പടർന്ന് പിടിച്ച് കടകളൊക്കെ ഇങ്ങനെ, വീടുകളും പലതും കത്തി നശിച്ചു. കുറെ കടകൾ നശിച്ചു, കുറെ വീടുകൾ നശിച്ചു. അപ്പൊ മഹാനവറുകള് അന്ന് മഹാനവറുകൾ എന്തു ചെയ്തു? കടകളൊക്കെ ഇങ്ങനെ കത്തിക്കഴിഞ്ഞപ്പോ സരിയു സഖത്തി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങളെ കട കത്തിയിട്ടില്ല, നിങ്ങളെ കട കത്തിയിട്ടില്ല. ഇത് കേട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അൽഹംദുലില്ലാ, സ്വന്തം കട കത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ എന്ന് പറയാൻ. അങ്ങനെ പറയാൻ പാടില്ലേ? അങ്ങനെ പറഞ്ഞതല്ല തെറ്റ്. അങ്ങനെ പറയണം, പറയാൻ പറ്റും, അതിനൊന്നും കുഴപ്പമില്ല. അൽഹംദുലില്ലാ, സ്വന്തം കട കത്തിയിട്ടില്ല എന്ന് പറയുമ്പോ പിന്നെന്താ പറയണ്ടത്? അൽഹംദുലില്ലാ എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ ആ പറയുന്ന വർത്തമാനത്തിൽ വേറൊന്നും ചിന്തിക്കാൻ പാടില്ല. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ മറ്റുള്ളവരുടെ കടകൾ ഇങ്ങനെ കത്തി നശിച്ചുവല്ലോ. എന്നാല് മറ്റുള്ളവരുടെ കട കത്തിയാലും കുഴപ്പമില്ല, ഞാൻ അവരുടെ കട കത്തിയതിൽ സന്തോഷിക്കുകയും എന്റെ കട കത്താത്തതിൽ ഞാൻ റബ്ബിനെ സ്തുതിക്കുകയും ചെയ്തു. ആ വാചകത്തിൽ എന്തുണ്ട്? മഹാനവറുകൾ പറയാൻ, ഞാൻ ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതല്ല, മറിച്ച് മറ്റുള്ളവരുടെ കട കത്തി എന്നുള്ളതിൽ എനിക്കൊരു സന്തോഷം വന്നുപോയി. എന്നിട്ട് എന്റെ കട കത്താത്തതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്തു. അപ്പോ അവിടെ ഒരു ചെറിയ ഒരു പിഴവ് വന്നു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ഒന്ന് തോന്നിപ്പോയല്ലോ. അതുകൊണ്ട് തന്നെ ദീനും മാന്യതയുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തിൽ സന്തോഷിക്കുക മാത്രമല്ലല്ലോ, മറ്റുള്ളവരുടെ വേദനയിൽ വിഷമിക്കേണ്ടതല്ലേ? ഇങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റണം. നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ മറ്റുള്ളവരുടെ എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്വഭാവവും ഒരു കൽബുമാണ് നമ്മുടെ കൽബെങ്കിൽ പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 30 വർഷമായി ആ ഒരു തെറ്റ് പുറത്തു കിട്ടാൻ വേണ്ടി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതല്ല തെറ്റ്, മറിച്ച് മറ്റുള്ളവരുടെ കട അത് കത്തിയതിൽ സന്തോഷിക്കുക എന്നത് അതിലുണ്ടല്ലോ. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ 30 വർഷക്കാലം മഹാനായ സരിയു സഖത്തി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പാപമോചനത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കേട്ടോ. ഒരിക്കലും അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. ദീനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ദീനില്ലാത്ത ആൾക്കെന്തും ചിന്തിക്കാം. ദീനുള്ള ഒരാള്
സ്വന്തം സ്വകാര്യ ലാഭത്തിൽ മാത്രം സന്തോഷിക്കുക, മറ്റുള്ളവരുടെ ദുരിതത്തിൽ ദുഃഖിക്കാനാണ് ശ്രമിക്കേണ്ടത്. എല്ലാവരുടെയും ദുരിതത്തിൽ വിഷമിക്കണം. ഒരാൾക്ക് കച്ചവടമില്ല എന്നറിയുമ്പോ വേദനിക്കണം. ഒരാളുടെ അപ്പുറത്തെ വീട്ടുകാരന്റെ മകനിക്ക് ജോലിയില്ല എന്നറിയുമ്പോ നമുക്കും അതൊരു വിഷമമാകണം. അല്ലാതെ അപ്പുറത്തെ വീട് കത്തി എന്നറിയുമ്പോ അതിൽ സന്തോഷിക്കുക, അവരൊരു അപകടത്തിൽ പെട്ടു എന്നറിയുമ്പോൾ അതിൽ സന്തോഷിക്കുക, അവരുടെ ജോലിയെല്ലാം പോയി എന്നറിയുമ്പോൾ സന്തോഷിക്കുക, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ സന്തോഷിക്കുക. എന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ ആ സന്തോഷം മറ്റുള്ളവർക്ക് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന ഒരു സന്തോഷം നമ്മളിൽ ഉണ്ടാവുക. ഒരു മൂമിനിന് അത് പാടില്ല. ഒരു മൂമിനായ മനുഷ്യന് ആ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു വാക്ക് സംഭവിച്ചു പോയി. ആ വാക്ക് സംഭവിച്ചത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു. മറ്റുള്ളവരുടെ കടകൾ നശിച്ചതില് സന്തോഷിക്കാൻ പാടില്ലായിരുന്നു. ചില പെണ്ണുങ്ങൾക്കൊക്കെ ഈ സ്വഭാവം ഉണ്ട്. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കുണ്ട്. ആ അപ്പുറത്തെ അല്ലെങ്കിൽ അയാളെ അനുജന്റെ ജ്യേഷ്ഠന്റെ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരന് അല്ലെ, അങ്ങനെ ചിന്തിക്കാറുണ്ടാ? സ്വയം ചോദിച്ചു നോക്ക്. എല്ലാരും സ്വന്തത്തിലേക്കൊന്ന് ചോദിച്ചു നോക്ക്. എന്താണ് നമ്മുടെ അവസ്ഥ? അങ്ങനെ കൽബ് നമുക്കുണ്ടാ? അങ്ങനെ ഒരു കൽബ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റണം. മാറ്റിയേ മതിയാകും. ഒരാളുടെയും വിഷമത്തിൽ സന്തോഷിക്കണ്ട. ഒരാളിനെ മോശമായി സന്തോഷിക്കണ്ട. അള്ളാഹിനോട് അയാളെ നന്നാക്കാൻ വേണ്ടി ദ്വാരക്കാൻ പറയാ. ഒരാളെ കട നശിച്ചു, കത്തി നശിച്ചു, സന്തോഷിക്കണ്ട. ഒരാളുടെ മകനിക്ക് എന്തോ സംഭവിച്ചു, സന്തോഷിക്കണ്ട. അതൊക്കെ ദുഃഖം നമുക്ക് വേണം. അങ്ങനെയൊരു ചെറിയ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊരു വിഷയമുണ്ടായി എന്നതിന്റെ പേരില് സരിയുസ് സഖത്തി റളിയല്ലാഹു അൻഹു 30 കൊല്ലം അള്ളാഹിനോട് പാപമോചനത്തെ തേടിന. അവരൊക്കെ ഒരു ഇസ്തിഗ്ഫാറിന്റെ അടുത്ത് നമ്മളെ 10,000-കണക്കിന് കോടിക്കണക്കിന് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എത്തൂല. അത്രയും വലിയ മഹാന്മാരാണ്. എന്നിട്ട് അവര് 30 കൊല്ലം ഈ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിയെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നമ്മുടെ കൽബ് നല്ല കൽബായിരിക്കണം. പളുങ്ക് പോലത്തെ കൽബായിരിക്കണം നമ്മുടെ കൽബ്. എല്ലാരും ഉഷാറാവട്ടെ, എല്ലാരും നല്ലതാവട്ടെ, എല്ലാരും ഉന്നതിയിലേക്ക് എത്തട്ടെ, എല്ലാവർക്കും വലിയ ഖൈറാത്തുകൾ ഉണ്ടാകട്ടെ. ആരുടെ കച്ചവടവും നശിക്കരുത്. ഇത് എന്താ പരിപാടി അറിയോ? ഇത് മാട്ടം വെക്കാണ്, പോയിട്ട് സിഹർ ചെയ്യാണ്, മാരണം ചെയ്യാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവര് ദുനിയാവിലും രക്ഷപ്പെടൂല, ആഖിറത്തിലും രക്ഷപ്പെടൂല. അവർക്ക് ഈമാനോടെ മരിക്കാൻ കഴിയില്ല. എത്ര ആളുകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിന് നല്ല കച്ചവടം, നല്ല ഉഷാർ. അപ്പൊ ആ ഉഷാർ കച്ചവടത്തിന്റെ ഇടയിൽ അങ്ങനെ ഉഷാറായി കച്ചവടം നടക്കുമ്പോ തൊട്ടപ്പുറത്തെ കച്ചവടക്കാരൻ എന്തോ ഒരു പണി കൊടുത്തു, ഒരു സിഹർ അങ്ങോട്ട് ചെയ്തു. മാരണം ചെയ്തതിന്റെ ഭാഗമായി അയാളുടെ മകന്റെ പേരിലാണ് ആ കടയുള്ളത്. അപ്പൊ ആ മകനിക്ക് പ്രയാസങ്ങൾ, എന്നും പ്രയാസം, കാലുവേദന, ശരീരവേദന. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഈ മകന്റെ പേരിലുള്ള ഷോപ്പ് അയാളുടെ ഒരു പാർട്ട്ണറുടെ പേരിൽ എഴുതി. ഈ മകന്റെ പേരിലുള്ളത് കൊണ്ടായിരിക്കും മകനിക്ക് രോഗം വരുന്നത്. അങ്ങനെ മകന്റെ പേരിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ആളെ പേരിൽ എഴുതിയപ്പോ അയാൾക്ക് തുടങ്ങി
അപ്പൊ ഇങ്ങനെ മാരണം ചെയ്യുന്ന ആളുകളുണ്ട്, കടുത്ത പണികൾ കൊടുക്കുന്ന ആളുകളുണ്ട്. എന്തിനു വേണ്ടി? ജീവിക്കാൻ വേണ്ടി, മറ്റുള്ള ആളുകളെ കച്ചവടം നശിക്കാൻ വേണ്ടി, മറ്റുള്ള ആളുകൾ ദുരിതത്തിലാകാൻ വേണ്ടി. ഒരിക്കലും അല്ലാഹ് അയാളെ വിടൂല, ഒരിക്കലും അല്ലാഹ് അയാളെ വിടൂല. ദുനിയാവെന്ന് ചിലപ്പോ ശൈത്വാനിന്റെ സഹായത്തോടുകൂടെ അങ്ങനെ സിഹറും മാരണവും ഒക്കെ ചെയ്ത് മാറ്റങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ആഖിറത്തിലെത്തുമ്പോൾ അയാൾ കൈകടിക്കേണ്ടി വരും. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, നമ്മളൊക്കെ ഹൃദയം അള്ളാഹു നന്നാക്കി തരട്ടെ. നല്ല സ്വഫായ ഖൽബാകണം, നല്ല ഹൃദയമായി മാറണം. ആ മഹാനായ സരിയുസ് ഖത്തീർ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അവിടുന്ന് 30 വർഷക്കാലം ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാ, ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നിസ്കാരമാണ്, ളുഹാ നിസ്കാരം. കുറെ ആൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എത്രയാണ് ഉസ്താദേ ളുഹാ നിസ്കാരം? ളുഹാ നിസ്കരിച്ചാൽ ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. ളുഹാ നിസ്കാരം സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നത് മുതലാണ് ളുഹറിന്റെ സമയം തുടങ്ങുന്നത് വരെയാണ് ളുഹാന്റെ സമയം. വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് പകലിന്റെ 1/4 ഭാഗം കഴിഞ്ഞാലാണ്. പകലിന്റെ 1/4 ഭാഗം എന്ന് പറയുമ്പോ, ഉദാഹരണത്തിന് സൂര്യൻ ഉദിക്കുന്നത് ഒരു 7 മണിക്കാണെന്ന് കരുതുക. ആ സമയം മുതൽ 12 മണി വരെയുള്ള സമയം ളുഹാന്റെ സമയമാണ്. ഒരു ഉദാഹരണത്തിന് 12:10 ബാങ്കെങ്കിൽ പിന്നെ അതിന്റെ സമയമായി ഏകദേശം 12 12:20 25 വരെ അതിന്റെ സമയമാണ്. ഏതായിരുന്നാലും ഉച്ചയുടെ ആ ളുഹറിന്റെ സമയമാകുന്നത് വരെയുള്ള സമയം തുടങ്ങുന്നത് വരെയാണ് അതിന്റെ സമയം. ഒരു 7 മണി മുതൽ 12 മണി വരെ കൂട്ടുക. അപ്പൊ ഈ സമയത്തിന്റെ 1/4 ഭാഗം, 1/4 ഭാഗം എന്ന് പറയുമ്പോ 8, 9, 10, 11, 12 5 മണിക്കൂറുണ്ട്. ഈ 5 മണിക്കൂറിനെ നമ്മൾ 4 ഭാഗമാക്കിയാൽ ഏകദേശം 1.25 മണിക്കൂറുണ്ടാവും. 1.25 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു 8:15 കഴിഞ്ഞാൽ ഒരു 9 മണി വരെയുള്ള സമയം. ഇതാണ് ഇതിന്റെ ഏറ്റവും അഫ്ളലായ സമയം, ഏറ്റവും മഹത്വമുള്ള സമയം. ഒരു 8:15 മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള സമയം. ഉദാഹരണം പറഞ്ഞതാണ്, ഒരു 1/4 ഭാഗം കഴിഞ്ഞാലുള്ള സമയം. അങ്ങനെയാണ് ഞാൻ കണക്കാക്കി. 1/4 ഭാഗം എന്ന് പറയുമ്പോ 1.25 മണിക്കൂർ അല്ലെ, 5 മണിക്കൂറിനെ നമ്മൾ 4 ഭാഗമാക്കിയാൽ 1.25 മണിക്കൂർ. അപ്പൊ ആ 1.25 മണിക്കൂർ കഴിഞ്ഞാലുള്ള സമയം. അങ്ങനെയുള്ള സമയത്ത് നമ്മള് ളുഹാ നിസ്കരിക്കാം. ഇനി 6 മണിക്കാണെങ്കിൽ 12 മണിക്കാണ് ഭാഗമെങ്കിൽ അതിനനുസരിച്ചുണ്ടാവും. 2 മണിക്കൂർ ചിലപ്പോൾ വരും, 1.5 മണിക്കൂർ വരുന്ന സമയം ഉണ്ടാവും. ഇതൊക്കെ ചിന്തിക്കണം, നമ്മളിങ്ങനെ പറയുമ്പോൾ ചിന്തിക്കണം. ഇനി നമ്മള് ദുബായില് പിന്നെ നോമ്പിന്റെ സമയമാണ്, നോമ്പായിട്ടുണ്ട്. അതുകൊണ്ട് നിയ്യത്ത് വെക്കുകയാണ്. ദുബായിലുള്ളവർക്ക്, വിദേശത്തുള്ളവർക്ക് നോമ്പിന്റെ നിയ്യത്ത് വെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ നിയ്യത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ നാട്ടുകാർക്ക് നോമ്പിന് നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അവരെ നോമ്പിന്റെ സമയം ആയിട്ടില്ല.
നോമ്പിന്റെ സമയമായവർക്ക് വേണ്ടിയാണ് നിയത്ത് ചെയ്തു കൊടുത്തത്. അപ്പൊ ഒരു ഉമ്മ നിയത്ത് വെച്ചത്രേ. ആ ഉമ്മ നിയത്ത് വെച്ച് അങ്ങനെ ആ ഉമ്മ നിയത്ത് വെച്ചിട്ട് പിന്നെ നമ്മള് കുടുങ്ങി. അപ്പൊ നിയത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മാന്റെ വോയിസ് ഇങ്ങനെ വരുന്നത്, ഉസ്താദേ ഞാൻ നാളത്തെ നോമ്പിന് നിയത്ത് വെച്ച് പോയി, ഇവിടെ നോമ്പ് ആയിട്ടില്ല, ഇനി എന്താ ചെയ്യാ? ഞാൻ എന്താ അവരോട് പറഞ്ഞു കൊടുക്കണ്ടേ? നോമ്പ് ആവാതെ ഒരാൾ നിയത്ത് വെച്ചാൽ നിയത്താവൂലല്ലോ. ഒരാൾ റമദാൻ ആവാതെ നവൈതു സൗമഗദിൻ അന്നദായി ഫർള് റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല എന്ന് പറഞ്ഞ ഒരാൾ നിയത്ത് വെച്ചാല് അത് നിയത്താവൂല. അങ്ങനെ നിയത്താകുക? നിയത്താവണമെങ്കിൽ സമയാവണ്ടേ? സമയാവാണ്ടേ? ഇങ്ങനെ ഒരാൾ ലോഹർ നിസ്കരിക്കാൻ വേണ്ടി ലോഹറിന്റെ മുമ്പ് നിയത്ത് വെച്ച്, അഥവാ ലോഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരാൾ നിയത്ത് വെച്ച്, ആ നിയത്താവും? ഒരിക്കലും ആവൂല. നിസ്കാരം തന്നെ ബാത്തിലാണ്. അപ്പൊ അത് അങ്ങനെയുള്ള ചില വിഷയങ്ങള് നമ്മൾ പറയുമ്പോ തീരെ ശ്രദ്ധിക്കുക. ഉറങ്ങിയിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ ഇങ്ങനെ നല്ല ഉറക്കി ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും. ആ ഉറക്ക് കഴിയുമ്പോഴായിരിക്കും അടുത്ത വിഷയം പറയണത്. അപ്പൊ എന്താണ് റബ്ബേ ഇതിങ്ങനെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഉറങ്ങരുത്. നോമ്പം നോറ്റിയിട്ട് ഉച്ചക്ക് നല്ല രസമുണ്ടാവും ഉറങ്ങാൻ. ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഉറക്കിങ്ങനെ വരും. ഉറങ്ങാനല്ല ഈ ക്ലാസ് എടുക്കണത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, അല്ലെങ്കിൽ നീയത്തൊക്കെ വെച്ച് ആ കുടുങ്ങും. പിന്നെ ഈ ഉമ്മാനെ ഞാൻ ശരിയാക്കാൻ വേണ്ടി ഞാന് കുറെ പണിയെടുക്കേണ്ടി വന്ന്, ഞാൻ കുറെ വോയിസ് ഒക്കെ ഈ ഉമ്മാക്ക് ഇടേണ്ടി വന്നു. സമയമില്ല, ആ സമയത്ത് നമ്മളെ സമയം പോയി. ഏതായിരുന്നാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പാ. ഈ ളുഹാന്റെ സമയം ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. 1/4 ഭാഗം കഴിഞ്ഞാലാണ് ഏറ്റവും അഫ്ളലായ സമയം. അങ്ങനെ ഒരാൾ നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോൾ ളുഹ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതിയോ? മതി. 2 റക്അത്ത് നിസ്കരിച്ചാലും ളുഹ നിസ്കരിച്ച കൂലി കിട്ടും. പിന്നെ എത്രയാണ് റക്അത്തിന്റെ എണ്ണം? എത്രയാണ്? അത് 8 എന്നൊരു അഭിപ്രായമുണ്ട്. ഫുഖഹാക്കളിൽ കൂടുതൽ ആളുകളും 8 എന്ന് രേഖപ്പെടുത്തി. വേറൊരു ഹദീസില് 12 റക്അത്ത് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠം 8 എന്നും 12 വരെ വർദ്ധിപ്പിക്കാമെന്നും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ 8 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുന്നവർ 8 റക്അത്ത് നിസ്കരിക്കാം. അതല്ല 2 റക്അത്ത് നിസ്കരിക്കാനാണ് കഴിയുന്നതെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാം. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയണത്? എന്റെ ബാപ്പ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവര് വഫാത്തായ അന്ന് പോലും ഞാൻ ളുഹാ നിസ്കാരം മുടക്കിയിട്ടില്ല. ഇരുത്തം ശരിയായില്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ ഒരു ഉഷാറുണ്ടാവില്ല. ഞാൻ പറയുന്നത് സൂര്യൻ ഉയർന്നത് മുതൽ ളുഹറിന്റെ സമയം തുടങ്ങുന്നത് വരെയാണ് ളുഹാന്റെ സമയം. 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. 8 റക്അത്താണ് അഫ്ളല്. 12 വരെ നിസ്കരിക്കാം. ഒരാൾക്ക് കൂടുതൽ നിസ്കരിക്കണം തോന്നുകയാണ്, 12 റക്അത്ത് വരെ നിസ്കരിക്കാം.
അങ്ങനെ എല്ലാ ദിവസവും ളുഹാ നിസ്കരിക്കുന്ന ഒരുപാട് ഉമ്മമാര് നമ്മുടെ സദസ്സിലുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു പൊരുത്തപ്പെടട്ടെ. എന്നിട്ട് മഹാന്മാര് അതിനെ കുറിച്ച് പറയാണ്, നിരവധി ഹദീസുകളിൽ ളുഹാ നിസ്കാരത്തിന്റെ മഹത്വം പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ടതാണ് അൻ അബീ ദർറിൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ പറയുകയാണ്, പരിശുദ്ധമായ ളുഹാ നിസ്കാരം, ഈ ളുഹാ നിസ്കാരം യുസ്ബിഹു അലാ കുല്ലി ഷൈ അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സ്വദഖ ഫകുല്ലു തസ്ബീഹത്തിൻ സ്വദഖ വകുല്ലു തഹ്മീദത്തിൻ സ്വദഖ വകുല്ലു തഹ്ലീലത്തിൻ സ്വദഖ വകുല്ലു തക്ബീറത്തിൻ സ്വദഖ വഅംറുൻ ബിൽ മഅറൂഫി സ്വദഖ വനഹിയുൻ അനിൽ മുൻകരി സ്വദഖ വയുജ്സിഉ മിൻ സാലിക റക്അതാനി. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ പറയുന്നതാണ്, എല്ലാത്തിനും സ്വദഖയാണ്. തക്ബീർ തഹ്മീദ് സ്വദഖയാണ്, തക്ബീർ സ്വദഖയാണ്, അതുപോലെ തസ്ബീഹ് സ്വദഖയാണ്, നന്മ കൊണ്ട് ഉപദേശിക്കൽ സ്വദഖയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ എല്ലാ തിന്മ കൊണ്ട് വിരോധിക്കലും സ്വദഖയാണ്. ഇതൊക്കെ സ്വദഖയാണ്. അപ്പൊ ഒരാള് എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സ്വദഖ. നിങ്ങളുടെ ശരീരത്തിൽ കുറെ കണിപ്പുകളുണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിൽ കുറെ കണിപ്പുകളുണ്ട്. ഇതൊരു കണിപ്പാണ്, ഇതൊരു കണിപ്പാണ്, ഇതൊരു കണിപ്പാണ്, ഇതൊരു കണിപ്പാണ്, ഇതൊരു കണിപ്പാണ്, ഇതൊരു കണിപ്പാണ്. ഇങ്ങനെ കുറെ കണിപ്പുകൾ ശരീരത്തിലുണ്ട്. ഏകദേശം 360ഓളം കണിപ്പുകൾ ഉണ്ട് ശരീരത്തിൽ. എല്ലാ കണിപ്പുകൾക്കും സ്വദഖ ആവശ്യമാണ്. അപ്പൊ ഒരാള് ഒരു ദിവസം സ്വദഖ കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? അപ്പോ എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലേണ്ടി വരും? സുബ്ഹാനല്ലാഹ് സ്വദഖയാണ്, തഹ്മീദ് സ്വദഖയാണ്, തക്ബീർ സ്വദഖയാണ്. പൈസ മാത്രമല്ല സ്വദഖ, അത്തബസ്സുമു സ്വദഖ, പുഞ്ചിരിക്കൽ സ്വദഖയാണ്. പുഞ്ചിരിക്കേണ്ടവരോട് മാത്രമേ പുഞ്ചിരിക്കാൻ പാടുള്ളൂ. എല്ലാവരോടും ഇങ്ങനെ ചിരിക്കല് അത് വേറൊരാളുടെ സ്വഭാവമാണ്, ഭ്രാന്തന്മാരുടെ സ്വഭാവമാണ്. എല്ലാവരും ചിരിക്കുക, അങ്ങനെ ചിരിക്കാൻ പാടില്ല. ചിരിക്കണം, പുഞ്ചിരിക്കണം, ചിരിക്കാൻ പറ്റിയവരോട് മാത്രം അങ്ങനെ ചിരിക്കാവൂ. എല്ലാവരോടും ഇങ്ങനെ പുഞ്ചിരിക്കാൻ പാടില്ല. ഏതായിരുന്നാലും അതൊക്കെ സ്വദഖയാണ്. അതൊക്കെ ദീന് സ്വദഖയായി പഠിപ്പിക്കുകയാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുക. ചിലരുടെ പുഞ്ചിരിച്ചാൽ അയാൾ ഇങ്ങോട്ടേക്ക് പുഞ്ചിരിക്കൂല, എന്തോ മുഖം പോലെ ഇങ്ങനെ മുഖം ഇങ്ങനെ നോക്കും. ഇയാൾ എന്താ ചിരിക്കണേ, ഇയാൾക്ക് എന്താ അസുഖമുണ്ടോ എന്നൊക്കെയാണ് ചിലരുടെ ധാരണ. ഇത് നമ്മളൊരു സ്വതക്ക കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണെന്നൊന്നും ചില ആളുകൾ ചിന്തിക്കില്ല. ഒരു പുഞ്ചിരി ഇല്ലാത്ത ആളുകളുണ്ട്, തീരെ പുഞ്ചിരിക്കാത്ത ആള്. അവർക്ക് ചിരി എന്തെന്ന് തന്നെ അറിഞ്ഞൂടാ. ഞാനിവനെ ഇടക്കിടക്കേ ചിരിക്കാറുള്ളൂ, കൂടുതൽ ചിരിച്ചാലും പ്രശ്ന. ഏതായിരുന്നാലും 360 കെണിപ്പുകൾക്കും ഒരാള് സ്വതക്ക കൊടുക്കണം. അപ്പൊ ഒരാള് രാവിലെ കുത്തിരുന്നിട്ട് ഇങ്ങനെ ചൊല്ലണം സുബ്ഹാനല്ലാഹ് 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 എത്ര 360 പ്രാവശ്യം. പക്ഷേ ഒരു 2 റക്അത്ത് കൊണ്ട് അതിന് പരിഹാരമാകും. ആ പരിഹാരമാണ്
പരിശുദ്ധമായ ളുഹാ നിസ്കാരം. അതാണ് മുത്തു റസൂലുള്ള പറയുന്നത്, വയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനൽ ളുഹാ. ളുഹാ നിസ്കാരത്തിലെ 2 റക്അത്തിന് പരിഹാരമാണ്. അപ്പൊ ഒരു ദിവസം 360 സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നതിന് പകരം അയാള് 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ മതി. 8 റക്അത്ത് നിസ്കരിച്ചാൽ അതിന്റെ കൂലി കിട്ടും. പക്ഷെ ഈ 2 റക്അത്ത് കൊണ്ട് തന്നെ 360 സ്വതക്ക കൊടുക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു ളുഹാ നിസ്കരിക്കുന്ന ആൾക്ക് നൽകുമത്രേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ളുഹാ നിസ്കാരത്തിന്റെ അതേ മഹത്വം കഴിഞ്ഞോ ഇല്ല. എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. അതെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹാഫള അലാ ശുഫഅത്തിൽ ളുഹാ. ളുഹാ നിസ്കാരം 2 റക്അത്തായിട്ട് ആരെങ്കിലും പതിവാക്കിയാൽ, മൻ ഹാഫള അലാ ശുഫഅത്തിൽ ളുഹാ, ളുഹാ നിസ്കാരം 2 റക്അത്തായിട്ട് ആരെങ്കിലും പതിവാക്കിയാൽ, തോന്നുമ്പോ ചൊല്ലിയല്ല, തോന്നുമ്പോ ഇങ്ങനെയല്ല, എല്ലാ ദിവസവും നിസ്കരിക്കുക, ളുഹാ എന്നും നിസ്കരിക്കുക. അല്ലാഹു ഗുഫിറത് ലഹു ദുനൂബുഹു വഇൻ കാനത് മിസ്ല ദബദിൽ ബഹർ. എല്ലാ പാപവും അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. എല്ലാ പാപവും അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. എല്ലാ ദോഷങ്ങളും അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. എത്രത്തോളം എന്നറിയോ? വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. കടലിലുള്ള തിരമാലകളോടൊപ്പമുണ്ടെങ്കിലും, കടലിലെ തിരമാല എത്ര ഉണ്ടാവും? നമ്മളെ നാട്ടിലെ കടലിന്റെ തിരമാല അല്ല പറയണത്. മുത്തു റസൂലുള്ളാഹി കേരളത്തിലെ കടലിലെ തിരമാല എന്ന് പറഞ്ഞില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗദി അറേബ്യയിലെ കടലിലെ തിരമാല എന്ന് പറഞ്ഞില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമേരിക്കയിലുള്ള കടലിന്റെ തിരമാല എന്ന് പറഞ്ഞില്ല. തിരമാല എത്രയുണ്ട് ലോകത്ത്? കടലാണ് കൂടുതൽ. ഈ ലോകത്തിന്റെ 1/3 ഭാഗം മാത്രമേ ഭൂമിയുള്ളൂ. 4/1 ഭാഗം, ബാക്കി 3 ഭാഗവും കടലാണ്. ഈ കടലുകളിൽ നിന്ന് അടിച്ചു വീശുന്ന തിരമാല എന്തായിരിക്കും? എത്ര ഉണ്ടാവും മുഅ്മിനീങ്ങളെ? അത്രത്തോളം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ളുഹാ നിസ്കരിച്ചാൽ, 2 റക്അത്ത് ളുഹാ നിസ്കാരം പതിവാക്കിയാൽ, മൻ ഹാഫള, അത് എപ്പോഴെങ്കിലും നിർവഹിക്കുക എന്നുള്ളതല്ല. നിർവഹിച്ചാൽ കൂലി കിട്ടൂല എന്നും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇല്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എനിക്ക് കൂലി ഉണ്ടാവും. ഒരു ദിവസം നിസ്കരിച്ചാൽ കൂലി കിട്ടില്ല, ഉണ്ടാവും. പിറ്റേന്ന് നിസ്കരിച്ചില്ല, കൂലി കിട്ടൂല, അത്ര തന്നെ. പക്ഷെ ഒരാൾ പതിവാക്കിയാൽ എന്നും അതിനെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, എന്നും ചെയ്യുന്ന അമല് അതെന്നും ചെയ്യുക. കുറച്ച് ചെയ്താൽ മതിയെന്ന്. നിങ്ങൾ ഒരു ദിവസം ഒരേ 8 റക്അത്ത് നിസ്കരിക്കുന്നു, ഒരു ദിവസം തീരെ ഇല്ല. ഒരു ദിവസം 6 റക്അത്ത് ളുഹാ നിസ്കരിക്കുന്ന, ഒരു ദിവസം ഇല്ല. അങ്ങനെയല്ല. 2 റക്അത്ത് നിസ്കരിക്കുന്നത് ളുഹാ എങ്കിൽ എന്നുള്ള 2 റക്അത്ത് ളുഹാ നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, എന്നും 2 റക്അത്ത്. അപ്പൊ ചെയ്യുന്നത് എന്നും ചെയ്യാം. അപ്പൊ അത് ഒരു മുഅ്മിനിന്റെ ഒരു സ്വഭാവമാണ്. അങ്ങനെ എന്നും ഒരാൾ ളുഹാ നിസ്കാരം പതിവാക്കിയാൽ, 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്നാ പറഞ്ഞത്, അലാ ശുഫഅത്തിൽ ളുഹാ, 2 റക്അത്ത് ളുഹാ നിസ്കാരം എല്ലാ ദിവസവും ഒരാൾ പതിവാക്കിയാൽ, ഗുഫിറത് ലഹു ദുനൂബുഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിലുള്ള തിരമാലകൾക്ക് സമാനമായ ദോഷം അയാൾ ചെയ്തിട്ടുണ്ടെങ്കിലും അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് സ്വാദിഖുൽ അമീൻ
റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഔസാനി ഖലീലി ബിസലാസിൻ ലാ അദൂവന്ന അത്താമൂത്ത്. എന്നോട് എന്റെ മുത്തു റസൂലുള്ളാഹി തങ്ങള് 3 കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. ഔസ്വാനി ഖലീലി ബിസലാസ്. 3 കാര്യങ്ങൾ എന്റെ ഖലീലായ എന്റെ മുത്തുനബി എന്നോട് വസിയത്ത് ചെയ്തു. ലാദുഹുന്ന താമൂത്ത്, മരണം വരെ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ ചിലരിങ്ങനെ ചിന്തിക്കുക, അങ്ങനെ മരണത്തിന് ശേഷം ഇങ്ങനെ പറഞ്ഞതാണോ? ജീവിതകാലത്ത് തന്നെ പറഞ്ഞതാണ്. മരണം വരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മരണം വരെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. അവസാന ഘട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ടാകും. ഏതായിരുന്നാലും ഞാൻ ജീവിതത്തിൽ അത് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. 3 കാര്യം. സൗമിൻ സലാസത്തി അയ്യാമി മിൻ കുല്ലി ശഹ്റിൻ. ഒന്നാമത്തെ വസിയത്ത് എന്നോട് മുത്തുനബി നടത്തിയത്, മോനെ എല്ലാ മാസവും നീ 3 ദിവസം നോമ്പ് നോൽക്കണേ. 3 ദിവസം നോമ്പ് സുന്നത്തുണ്ടല്ലോ അല്ലേ? പരിശുദ്ധമായ എല്ലാ മാസവും 3 ദിവസം നോമ്പ് സുന്നത്താണ്. 13, 14, 15 എല്ലാ മാസവും 13, 14. ഒരു മാസത്തിന്റെ 13, 14, 15 ഈ 3 ദിവസം നോമ്പ് സുന്നത്താണ്. മദീനത്ത് ചെന്നാൽ അന്ന് 3 ദിവസം അവിടെ നോമ്പ് തുറയുണ്ടാവും. അങ്ങനെ നോമ്പ് നോക്കുന്ന കുറെ ആളുകളുണ്ട്. അത് പ്രത്യേക സുന്നത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഉപദേശം വസ്വലാത്തിൽ ളുഹാ. മോനെ നീ ളുഹാ നിസ്കരിക്കണേ. അതെന്റെ ജീവിതകാലത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. വനൗമിൻ അലാ വിത്രി, നീ വിത്ർ നിസ്കരിച്ച് ഉറങ്ങണേ. വിത്ർ നിസ്കാരം 1 റക്അത്ത് നിസ്കരിച്ചാൽ മതിയാവോ? 1 റക്അത്ത് നിസ്കരിച്ചാൽ വിത്റാകും. അതിലൊന്നും കുഴപ്പമില്ല, അതിലൊന്നും സംശയമില്ല. പക്ഷെ വിത്ർ നിസ്കാരം വിത്റാകണമെങ്കിൽ 1 റക്അത്ത് നിസ്കരിച്ചാലും, അത് എപ്പോഴെങ്കിലും 1 റക്അത്ത് നിസ്കരിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അത് നിസ്കാരം എന്നും ദായിമാക്കുക, എന്നും 1 റക്അത്ത് നിസ്കരിക്കുക, അത് കറാഹത്താണ്. അപ്പൊ ചുരുങ്ങിയത് ഒരു 3 റക്അത്ത് വിത്ർ നിസ്കരിക്കണം. അതാണ് അതിന്റെ കണക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്ത് നിസ്കരിച്ചിരുന്നതായി ഹദീസുകളുണ്ട്. അത് വിത്റാണ്. തറാവി 8 നിസ്കരിച്ച് പിന്നെ വിത്ർ 3 നിസ്കരിക്കലല്ല. അപ്പൊ പിന്നെ റമദാൻ എല്ലാ സമയത്ത് എന്താവോ? റമദാൻ അല്ലാത്ത സമയത്ത് 11 റക്അത്ത് വിത്ർ നിസ്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റമദാനിൽ വിത്ർ 3 റക്അത്ത് നിസ്കരിച്ചു. ആർക്കാണ് ഇതിനൊക്കെ യോജിക്കാൻ കഴിയുക? അത് ലോജിക്കാണ്. കാരണം ഇബാദത്ത് കൂട്ടല്ലേ, ഇബാദത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റമദാൻ. ആ റമദാനിൽ മുത്തു റസൂലുള്ളാഹി എല്ലാ മാസവും 11 റക്അത്ത്, റമദാനിൽ മാത്രം വിത്ർ 3 റക്അത്ത്. ഇതെന്ത് പരിപാടിയാ? ഇത് എങ്ങനെയാണ് അങ്ങനെ കുറിച്ച് മുത്തുനബിയെ കുറിച്ച് എങ്ങനെയാ പറയാൻ കഴിയാ? 11 റക്അത്ത് റമദാൻ അല്ലാത്ത സമയത്ത് മുത്തു റസൂൽ വിത്ർ നിസ്കരിച്ചു. റമദാനിലും ആ വിത്ർ 11 റക്അത്ത് തന്നെ മുത്തു റസൂൽ നിസ്കരിച്ചു. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ലാഭത്തിന് വേണ്ടി ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ 8 തറാവി 8 വിത്ർ 3 11 നല്ല ഉഷാറായി 8 റക്അത്ത് നിസ്കരിച്ച് വേഗം തടി തപ്പിയും ചെയ്യാലോ. 20 റക്അത്ത് നിസ്കരിച്ച് 4 മദ്ഹബിലും 20 റക്അത്താണെന്നുള്ളത് ഇജ്മാഅാണ്, ഇത്തിഫാഖാണ്. ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഇമാമ് പറഞ്ഞില്ല. മഹാനായ
ഇമാം നബവി, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല തറാവീഹ് 8 റക്അത്താണെന്ന്. അവർ 4 പേരും പറഞ്ഞത് തറാവീഹ് 20 റക്അത്താണ് എന്നാണ്. വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ലാഭം നോക്കണ്ട, ഒക്കെ വലിയ നഷ്ടായിരിക്കും. ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് പറയുന്നൊരു രസകരമായൊരു ക്ലിപ്പുണ്ട്. അതിൽ ഉസ്താദ് പറയുന്നുണ്ട്, ഒരാൾ 20 റക്അത്ത് നിസ്കരിച്ചാൽ, അഥവാ ഇനി ആഖിറത്തിലെത്തിയിട്ട് അള്ളാഹ് പറയാണ് 8 ആണെന്ന് പറയുകയാണെങ്കിൽ, അള്ളാഹിനോട് പറയാ, റബ്ബേ ഞാൻ 20 നിസ്കരിച്ചിരുന്നു, അതിലേറ്റവും നല്ല 8 നോക്കി നീ പിടിച്ചോ അള്ളാഹ്. ഇതൊരു തമാശ പറഞ്ഞതാണ്, ഇന്നൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ അങ്ങനല്ല, അത് ഉറപ്പാണ്. ഇനി അഥവാ ഇവരുടെ വാദപ്രകാരം അങ്ങനെയാണെന്ന് വെക്കുക എന്ന് വെച്ചാലും അള്ളാഹിനോട് പോയി പറയാലോ, ഞാൻ 20 റക്അത്ത് നിസ്കരിച്ചിന്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ധരിച്ചത്, ഞാൻ പഠിച്ചത് അങ്ങനെയാണ്, 4 മദ്ഹബിന്റെ ഇമാം അങ്ങനെയാ പഠിപ്പിച്ചത്. ഇനി 8 ആണെങ്കിൽ അള്ളാഹുവേ ആ 20 ഏറ്റവും നല്ല 8 നോക്കിയിട്ട് നീ അങ്ങ് എടുത്തോ അല്ലാഹ്. അപ്പൊ പിന്നെ രക്ഷപ്പെട്ടല്ലോ. ഉസ്താദ് പറയുന്നൊരു തമാശയാണ്. ഏതായിരുന്നാലും ഞാൻ പറയുന്നത് വിത്തർ നിസ്കാരം, അത് 3 റക്അത്ത് എല്ലാ ദിവസവും. റമദാനില് എല്ലാരും വിത്തറക്ക ബാറ് ജോറ്, റമദാനില് റമദാൻ കഴിഞ്ഞാൽ പിന്നെ വിത്തറില്ല, വിത്തർ നിസ്കാരമില്ല. വിത്തർ നിസ്കാരം സുബഹിന്റെ തൊട്ട് മുമ്പ് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങൾ തമ്മിൽ ആ വിഷയത്തിൽ 2 ഭാഗക്കാരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം ഉറങ്ങുന്നതിന് മുമ്പേ വിത്തർ നിസ്കരിക്കും. ഉമർ തങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണ് വിത്തർ നിസ്കരിച്ചിരുന്നത്. അത് 2 പേരുടെയും വീക്ഷണങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഉറങ്ങിപ്പോയാലോ വിത്തർ നഷ്ടപ്പെട്ടില്ലേ. ഉമർ തങ്ങൾ പറഞ്ഞെന്താണ്, ഏയ് വിത്തർ നിസ്കരിക്കാതെ ഈ ശരീരം ഉറങ്ങേ, എന്നാ ഓനെ ഞാൻ ശരിയാക്കും, വിടൂല ഞാൻ. അത് ഓരോ ശൂരതയാണ്, ഓരോ ധൈര്യമാണ്. അങ്ങനെ ധൈര്യമുള്ളവരുണ്ടാവും, എന്തായാലും എഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എന്നതിന്റെ ഒരു തെളിവാണ്. ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയല്ലേ, ആ സ്വഹാബി പറയാണ്, 3 കാര്യം എന്നോട് മുത്തുനബി വസിയത്ത് ചെയ്തു, മരണം വരെ ഞാനത് ഒഴിവാക്കിയിട്ടില്ല. 3 ദിവസം നോമ്പ് നോക്കാൻ പറഞ്ഞു, ഞാൻ നോമ്പ് നോക്കി. എന്നോട് ളുഹാ നിസ്കാരം ഒഴിവാക്കരുതെന്ന് പറഞ്ഞു, ഞാൻ ളുഹാ നിസ്കാരം ഒഴിവാക്കിയില്ല. ഞാൻ വിത്തർ നിസ്കരിച്ചിട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ എല്ലാ ദിവസവും വിത്തർ നിസ്കരിച്ചിട്ടാണ് ഞാൻ ഉറങ്ങാറുണ്ടായിരുന്നത്. ഇങ്ങനെ ളുഹാക്ക് ഒരുപാട് പ്രത്യേകതകൾ പറയുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വേറൊരു ഹദീസ് പറയുകയാണ്. എന്നിട്ട് കുറഞ്ഞ സമയം നമ്മൾ ബദറിലെ മുമ്പരെ കുറിച്ച് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വിഷയം ബദറിലെ മുമ്പർ എന്നതാണ്. ചരിത്ര അപകടം കുറഞ്ഞ സമയം നമ്മൾ പറയും, ഒരു അരമണിക്കൂർ ഇൻഷാ അല്ലാഹ്. എന്താണ് പറയുന്നത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തു റസൂലുള്ളാഹി ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു. സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ സ്വല്ലല്ലാഹു വസ്വാമ ثلاثة أيام من الشهر ولم يترك الوتر في حضر ولا سفر كتب له أجر الشهيد. അള്ളാന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു, ഒരാൾ എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുകയാണ്, എന്നിട്ടോ അയാള് നിസ്കാരം, ളുഹാ നിസ്കാരം ഉപേക്ഷിക്കുന്നില്ല. എല്ലാ ദിവസവും അയാള് ളുഹാ നിസ്കരിക്കുകയാണ്. ഒരാൾ യാത്രയിലാണെങ്കിലും, അതേ യാത്രയിലല്ലാത്ത സമയമാണെങ്കിലും
ഒരാള് വിത്തർ നിസ്കാരം ഒരാൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിലേ കുത്തിബ ലഹു അജ്റുൻ ഷഹീദ്, അയാൾക്ക് ഒരു ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ ളുഹാ നിസ്കരിക്കണം, എല്ലാ മാസവും 3 നോമ്പ് നോക്കണം. വിത്തർ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. വിത്തർ വളരെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരമാണ് വിത്തർ. യുഹിബ്ബുൽ വിത്ര. കാരണം അള്ളാഹു വിത്തറാണ്. വിത്തർ എന്ന് പറഞ്ഞാൽ ഒറ്റ. അള്ളാഹു ഒറ്റയാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വിത്തർ നിസ്കരിക്കുന്നവരെ ഇഷ്ടാണ്. ഒറ്റയായ അള്ളാഹ്, രണ്ട് അള്ളാഹ് ഇല്ല, അള്ളാഹ് ഏകനാണ്. ആ ഏകനായ റബ്ബിന് വിത്തർ ഇഷ്ടാണ്, ഒറ്റ ഇഷ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വതക്ക കൊടുക്കുമ്പോഴൊക്കെ ഒരു 1100 റുപ്യ, ഒരു 101 റുപ്യ, ഒരു 41 റുപ്യ, ഇങ്ങനെ ഒറ്റയെ നമ്മൾ പരിഗണിക്കുന്നു അല്ലെ. ഒറ്റയെ പരിഗണിക്കുന്നു പലപ്പോഴും നമ്മൾ. നല്ലതാണ്, ഈ നീയത്ത് ഇതാണെങ്കിൽ നല്ലതാണ്. അള്ളാഹ് ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു എന്നൊരു ഹദീസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിത്തർ നിസ്കരിക്കൂ, ഔതിറൂ എന്നൊരു ഹദീസ് ഉണ്ട്. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ വിത്തർ നിസ്കാരം എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതുപോലെ ഒറ്റയെയും അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. അപ്പൊ സ്വതക്ക കൊടുക്കുമ്പോ ഒരു 101 റുപ്യ, ഒരു 1100 റുപ്യ, ഇങ്ങനൊക്കെ ആ നീയത്തതാണെങ്കിൽ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പെട്രോൾ പമ്പിൽ പോയിട്ട് 1100 റുപ്യക്ക് പെട്രോൾ അടിക്കാൻ പറയുന്ന ആളുണ്ട്, എനിക്കറിയാം ഒരാള്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് നീയത്ത്? വേറെയാണ്. അപ്പൊ എന്താ നീയത്ത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദെ 1000 റുപ്യക്ക് ചിലപ്പോ എന്താക്കിയിട്ടുണ്ടാവും ഇവര് എന്തെങ്കിലും അഡ്ജസ്റ്റുകൾ ചെയ്ത്, അള്ളാഹു ആയാലും നമുക്കറിയില്ല. പെട്രോൾ പമ്പുകാര് ചിലപ്പോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. 1000 റുപ്യക്ക് എണ്ണ വെച്ചാൽ ഇത്ര എണ്ണേ പോവും, അപ്പൊ ലാഭം ഉണ്ടാവും. ഈ 1001 സെറ്റാക്കിയിട്ടുണ്ടാവൂല, 1000 റുപ്യ സെറ്റാക്കിയിട്ടുണ്ടാവും, 500 സെറ്റാക്കിയിട്ടുണ്ടാവും, 2000 സെറ്റാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ അയാൾ പറയാണ്. അള്ളാഹു ആയാലും ഇങ്ങനെ സെറ്റിങ്സ് ഒക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിശ്വസിച്ചുകൂടാ. പല സെറ്റിങ്ങുകൾ നടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സെറ്റിങ്ങുകളൊക്കെ ഉണ്ടായി എന്ന് വരാം. അപ്പോ അങ്ങനെ ഒരാള് അങ്ങനെ 1000 റുപ്യന്റെ സെറ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 1100 റുപ്യക്ക്. അപ്പൊ നീയത്ത് അതൊന്നല്ല, അള്ളാഹുവിന്റെ ആ ഏകത്വത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള 1001 അല്ല, ഇതിലെ സെറ്റിങ്സിനുള്ള 1001. അപ്പൊ നീയത്ത് മാറി. അപ്പൊ അത് വേറെ, നീയത്ത് മാറാൻ പാടില്ല. നീയത്ത് മാറാതെ അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായിരുന്നാലും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സ്വർണത്തിന്റെ സൗധമുണ്ട്, സ്വർണത്തിന്റെ മണിമാളികകളുണ്ട്. മൻ സല്ലല്ലാഹു ثنتي عشر ركعة بنى الله له قصرا من ذهب من الجنة. ഒരാള് ദുഹാ നിസ്കരിച്ചു 12 റക്അത്ത്. 12 റക്അത്ത് ഒരാൾ ദുഹാ നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ഖസ്റൻ മിൻ ദഹബിൻ മിനൽ ജന്ന, സ്വർഗ്ഗത്തിനാലുള്ള ഒരു മനോഹരമായ മണിമാളിക അയാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12 റക്അത്തൊക്കെ ഒരു ദിവസം നിസ്കരിക്കാന്നുണ്ടെങ്കിൽ നല്ല സമയം വേണം, മനസ്സ് വേണം. നിസ്കരിക്കുന്ന ആളുണ്ടാവും അല്ലെ, 8 നിസ്കരിക്കുന്ന ഒരേ ആളുണ്ട് അല്ലേ. നിങ്ങൾ എത്ര റക്അത്താ നിസ്കരിക്കല്? ഫൈസല ഞാൻ 4 റക്അത്താ നിസ്കരിക്കല്. അങ്ങനെ ഓരോരുത്തരോരാണ്. ഈ തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചോളൂ, അങ്ങനെ ഉണ്ടാവും? അങ്ങനൊന്നുമില്ല. എത്രയും നിസ്കരിക്കാം, തഹജ്ജുദ് എത്രയും നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല.
തഹജ്ജുദ് ഒരു ചുരുങ്ങിയത് 4 റക്അത്തെങ്കിലും നിസ്കരിക്കുക. അതാണ് നല്ലത്. ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കുക. ഇതൊക്കെ നമ്മളിങ്ങനെ സാന്ദർഭികമായി പറയാൻ. ഏതായത് 3 റക്അത്ത്, ആരോ 3 എഴുതിയേക്കുന്നു. യാ റബ്ബ്, ദുഹാ 3 റക്അത്ത് നിസ്കാരമില്ല. അതെന്താ? വിത്ർ നിസ്കാരാണ് 3. ദുഹാ 3 ഇല്ല. ദുഹാ 1, 2, 4, 6, 8, 10, 12. 3 എന്താണ്? മഗ്രിബ് നിസ്കാരമല്ല ചോദിച്ചേ, ദുഹാ നിസ്കാര ചോദിച്ചേ. നിങ്ങൾ എന്താണ്? അള്ളാഹു എല്ലാരെയും കബൂലാക്കട്ടെ. മതി. എല്ലാരെയും എഴുതി അയക്കണമെന്നില്ല. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നിസ്കരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കുറേ ആള്. 1 റക്അത്ത് യാ റബ്ബ്. എന്താ 1 റക്അത്ത്? എന്താണ്? ചിലര് പിന്നെ എന്താ ചോദിച്ചതെന്ന് അറിയില്ല, എന്താ പറയുന്ന അറിയില്ല. അങ്ങനത്തെ കുറെ കൗമുണ്ട്. അള്ളാഹു എല്ലാരെയും നന്നാക്കട്ടെ. അള്ളാഹു നല്ലത് ചെയ്യാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 8 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ട്, 4 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ട്, 2 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ട്. എല്ലാവരുടെ ദുഹായും നീ സ്വീകരിക്കണേ അല്ലാഹ്. തീരെ നിസ്കരിക്കാത്തവരുണ്ട്. അവര് നിസ്കാരം തുടങ്ങുക. നഷ്ടപ്പെട്ടത് വേണ്ട. അള്ളാഹു വീട്ടിക്കൂടെ, ഒരു കുഴപ്പമില്ല. ഫർള് നിസ്കാരം ഖദാ വീട്ടാം. ഇനി അഥവാ ഒരു ദിവസം ദുഹാ നിസ്കരിക്കാൻ പറ്റിയില്ല, ഇൻ കേസ് അയാൾക്ക് ഖദാ വീട്ടാം. ഫർള് നിസ്കാരം ഖദാ വീട്ടാങ്കില് പിന്നെ സുന്നത്ത് നിസ്കാരം ഖദാ വീട്ടുന്നതിന് എന്ത് കുഴപ്പമുള്ളത്? അതിലൊന്നും ആരും ബേജാറാകണ്ട. ഏതെങ്കിലും ഒരു ദിവസം, എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ദുഹാ നിസ്കാരം ഒരു ദിവസം നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മറന്നുപോകും. ചില പണിയിലെ തിരക്ക് കൊണ്ട് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടാവൂല. അപ്പൊ പിന്നീട് ഖദാ വീട്ടിയാൽ മതി. എന്നും ഖദാ വീട്ടുന്ന പരിപാടി ഉണ്ടാകരുന്നേ ഉള്ളൂ. എന്നും ഖദാ വീട്ടുക, എന്നും തഹജ്ജുദ് നിസ്കാരം ഖദാ വീട്ടുക, എന്നും സുബൈ ഖദാ വീട്ടുക. അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ. ഉറങ്ങി എണിക്കുന്നത് 7 മണിക്കാണ് ഉസ്താദെ, എന്നും ഖദാ. സുബഹി എന്നും ഖദാ. അത് ശരിയാവില്ല. എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയാൽ ഉണ്ടാകുന്ന കാര്യമാണ് ഖദാ. ഇതെന്നും ഖദാ വിട്ടത് എന്ത് പരിപാടിയാ? ഏതായിരുന്നാലും അള്ളാഹു നമുക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബദറിലെ മുമ്പരെ കുറിച്ച് പറയുകയാണ്. തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ബദറിലെ മുമ്പരാണ്. മുമ്പർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ മുത്തുനബിയെ കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ആ മുത്തുനബിയെ കുറിച്ച് ഇന്നലെ പറയുകയായിരുന്നു നമ്മൾ. ധാരാളം കാര്യങ്ങൾ ഹബീബായ തങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു, പറഞ്ഞു. അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ജീവിത രീതി ഒക്കെ പറഞ്ഞു. ഇനി അടുത്തതായി പറയുന്നത് 6ാമത്തെ വിഷയമാണ്. മുത്തുനബിയെ കുറിച്ചുള്ള 6ാമത്തെ വിഷയം പറയുകയാണ്. വിനയത്തിന്റെ ഗോപുരമാണ്. വലിയ വിനയം, അങ്ങേയറ്റത്തെ വിനയം. നമുക്ക് റമളാനൊക്കെ സ്വീകരിക്കാനുള്ളൊരു വഴിയാണ് മുത്തുനബിയെ കുറിച്ച് പറയാം. ഏത് വിഷയത്തിനേക്കാളും നല്ല വിഷയം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഏറ്റവും ആവേശമുള്ളതും
എനിക്ക് പറയാൻ ഏറ്റവും ഇഷ്ടമുള്ളതും ഹബീബായ തങ്ങളെക്കുറിച്ചാണ്. മറ്റുള്ള എല്ലാ വിഷയങ്ങളെക്കാളും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാനാണ്. അത് പറയുമ്പോ നമുക്ക് പ്രത്യേകമായൊരു ഊർജം കിട്ടുന്നു, ഒരു ആവേശം കിട്ടുന്നു, പറയാനുള്ള വിഷയങ്ങൾ കിട്ടുന്നു, ഒരു പ്രത്യേകമായൊരു സൗന്ദര്യം ആ വർത്തമാനങ്ങളിലുണ്ട്. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരാള് വന്നു മുത്തുനബിയെ കാണാൻ. സുബ്ഹാനല്ലാഹ്. ഫകല്ലമഹു, മുത്തുനബിയോട് അയാള് സംസാരിക്കുകയാണ്. പേടിച്ചിങ്ങനെ വറക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ആരോടായി സംസാരിക്കണത്? മുത്തു റസൂലുള്ളാഹി തങ്ങളോട് സംസാരിക്കുമ്പോൾ വിറച്ചില്ലെങ്കിൽ പിന്നെ ആരോട് സംസാരിക്കുമ്പോഴാ വിറക്കുക? ആ വന്ന ആള് സ്വഹാബി മുത്തുനബിയോട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിറക്കുന്നുണ്ട്. അള്ളാന്റെ റസൂൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ഹവ്വിൻ അലൈക ഫഇന്നി ലസ്തു ബിമലകീൻ. നിങ്ങൾ നല്ല ധൈര്യപൂർവം സമാധാനത്തോടെ പറഞ്ഞോളി, നിങ്ങൾ ബേജാറാവണ്ട. ഞാന് ഒരു രാജാവൊന്നുമല്ല, ഞാനൊരു മലക്കുമല്ല. അല്ലാ അന ഇബ്നു ഇംറഅത്തിൻ തഅകുലുൽ ഖദീദ്. ഉണക്കമാംസം ഭക്ഷിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച ഒരു പാവം സ്ത്രീയുടെ മകനാണ് ഞാൻ. കിബറിന്റെ ഒരു ലാഞ്ചന പോലുമില്ല, കിബറിന്റെ ഒരു വർത്തമാനമില്ല. ഞാനൊരു രാജാവല്ല, ഞാനൊരു മലക്കൊന്നുമല്ല, ഞാനൊരു മലിക്കല്ല. ബിമലിക്കിൻ, മലക്കെന്നല്ല, ബിമലിക്കിൻ, ഞാനൊരു രാജ. ലസ്തു ബിമലിക്കിൻ, ഞാനൊരു രാജാവൊന്നുമല്ല. ഞാനൊരു ഒരു ഉണക്ക ഭക്ഷണം തിന്ന് ജീവിച്ച ഒരു സ്ത്രീയുടെ മകനാണ്. അതുകൊണ്ട് സാധാരണക്കാരനാണ് എന്നല്ല, അങ്ങനെ ആരും അർത്ഥം വെക്കരുത്. അസാധാരണ കഴിവുള്ള അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മുത്തുനബിയുടെ വിനയാണ് പറയുന്നത്. മുത്തു റസൂലുള്ളാഹി തങ്ങള് അള്ളാഹുവിന്റെ റസൂലാണ്. അതല്ലേ പ്രത്യേകത, അതന്നല്ലേ അസാധാരണത്വം. ഒരു സാധാരണ ഒരു മനുഷ്യനല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. അതിന് അങ്ങനെ അർത്ഥം വെക്കാനും പാടില്ല. മറിച്ച് ഞാനൊരു ഉണക്കം മാംസം ഭക്ഷിച്ച്, അങ്ങനെയാണല്ലോ ആമിന ബീവി റളിയല്ലാഹു അൻഹാ. മക്കയിൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായില്ലേ? വലിയ പ്രയാസങ്ങളുള്ള കാലഘട്ടത്തിലല്ലേ ഉണക്ക മാംസങ്ങളല്ലേ ഭക്ഷിച്ചിരുന്നത്? അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ മോനാണ് ഞാൻ. അതുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോ വിറക്കണ്ട, സമാധാനത്തോടെ കാര്യങ്ങളെ പറഞ്ഞോ. സുബ്ഹാനല്ലാഹ്. എന്തൊരു വലിയ വിനയമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാരോടും കാരുണ്യത്തോടുകൂടെ പെരുമാറിയ, ചെറിയ മക്കളെ എടുത്ത് ലാളിച്ച, വലിയവരോട് ബഹുമാനം കാണിച്ച, എല്ലാ സർവ ഗുണഗണങ്ങളും മേളിച്ച ഒരേ ഒരു വ്യക്തിപ്രഭാവം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകലോരോടും അവിടുന്ന് കാരുണ്യം കാണിച്ചു. അബൂ മൂസാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. പരസ്പരം കാരുണ്യത്തോടെ പെരുമാറുന്നത് വരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസിയാവുകയില്ല.
ലൻ തുഅ്മിനൂ ഹത്താ തറാഹമൂ. പരസ്പരം കാരുണ്യത്തോട് പെരുമാറുന്നത് വരെ നിങ്ങൾ മുഅ്മിനീങ്ങളാവുകയില്ല. ഖാലൂ യാ റസൂലല്ലാഹ് കുൽനാ റഹീം കുല്ലുനാ റഹീം. അല്ലയോ നബിയേ, നമ്മള് കാരുണ്യത്തോടു കൂടെ തന്നെയല്ലേ ജീവിക്കുന്നത്? നമ്മൾ കാരുണ്യത്തോടല്ലേ ജീവിക്കണേ? കാരുണ്യം ഉണ്ടല്ലോ നബിയെ. കുൽനാ റഹീം. അപ്പോൾ അല്ലാഹു ലൈസ ബിറഹ്മത്തിൻ അഹദിക്കും സ്വാഹിബിഹി വലാകിന്നഹാ റഹ്മത്തുൽ ആമ്മ. അതെ, ഏതെങ്കിലും ഒരാളോടുള്ള കാരുണ്യമല്ല, ഏതെങ്കിലും ഒരാളോടുള്ള കാരുണ്യമല്ല, മറിച്ച് എല്ലാവരോടുമുള്ള കാരുണ്യം, സകല കാരുണ്യവും. സകലരോടുമുള്ള കാരുണ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ഏതെങ്കിലും ഒരാളോട് കാരുണ്യം ഉണ്ടാവും, ഓർപ്പനല്ലേ? ഉപ്പാനോട് കാരുണ്യം ഉണ്ടാവും, ഉമ്മാനോട് കാരുണ്യം ഉണ്ടാവാം, ഭാര്യയോട് വലിയ കാരുണ്യമായിരിക്കും. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര് ജനങ്ങളോടൊക്കെ ഭയങ്കര കാരുണ്യ. എന്റെ റബ്ബേ, ഓൻ എത്രയാ പൈസ ചെലവാക്കുക, കൊടുക്കന്നെ എല്ലാവർക്കും. സുഹൃത്തുക്കൾക്ക് ഓന് ജീവനാ, എല്ലാം. അവർക്ക് വാഹനം, അവർക്ക് ഭക്ഷണം, അവർക്ക് വസ്ത്രം, അവരോട് തമാശ, അവരെ ജീവനാണ്. പുറത്തെത്തിയാലും ഭയങ്കര പ്രസിഡന്റാ, സെക്രട്ടറിയാ, ഖജാൻജിയാ, ഭയങ്കര ജോറ് ബാറ്, ഭയങ്കര ഉഷാറ്. എങ്ങനെയാ അയാള്? ഭയങ്കര, അയാള് ഈ നാടിന്റെ മുത്താണ്. അങ്ങനെയൊക്കെ ഉഷാറായിരിക്കും. സ്വന്തം വീട്ടിലോ അയാള് ഒന്നിനും കൊള്ളൂല. മക്കളോട് ദേഷ്യം, ഭാര്യയോട് ദേഷ്യം, ഒരു സ്വഭാവ ഗുണം അയാൾക്കില്ല. എപ്പം നോക്കിയാലും ഇയാള് വെറുപ്പിക്കൽ തന്നെ, മോശം സ്വഭാവം, നല്ല നിലക്ക് സംസാരിക്കൂല, മുഖത്ത് നോക്കൂല, ഒരു സ്വഭാവ ഗുണം ഉണ്ടാവൂല. പുറത്തെത്തിയാൽ ഇയാൾ തേന്, പാല്, എത്ര മനുഷ്യന്മാരുണ്ട് അങ്ങനെ. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ആകാൻ പാടില്ല. പുറത്ത് കുറെ ഉഷാറായിട്ട് എന്ത് കാര്യം? സ്വന്തം കുടുംബത്തിൽ നല്ല ആളാവണം, സ്വന്തം വീട്ടിൽ നല്ല ആളാവണം, അവരോട് നല്ല കരുണ, അവരോട് സ്നേഹം, അവരോട് ബഹുമാനം, അവരെ നല്ല നിലക്ക് പരിചരിക്കുക, അവരോട് നല്ല സംസാരം, അവരെ മുഖത്ത് നോക്കുക. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ആയാലേ ഇതൊക്കെ ശരിയാവും. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. പുറത്ത് വലിയ ഉഷാറായിട്ട് കാര്യമില്ല, വീട്ടിൽ നല്ല ആളാകണം. ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറണേ, മക്കളോട് നല്ല നിലക്ക് പെരുമാറണേ, കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറണേ. അങ്ങനെ എല്ലാവരോടും കരുണയുള്ളവരാകണം, ഏതെങ്കിലും ഒരാളോട് മാത്രമല്ല. അങ്ങനെയുള്ള ആള് മൂമിനാവൂല എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് ഈമാനില്ലാന്ന്. പിന്നെ എത്ര വലിയ വെളുത്ത ഡ്രസ് ഇട്ടുന്നത് കാര്യം? വലിയ തലയെക്കെട്ട് കെട്ടിയിട്ട് എന്ത് കാര്യം? വലിയ മെർസിഡൻസ് ബെൻസിൽ യാത്ര ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ആളുകളുടെ മുന്നിൽ കുറെ ഉഷാറ്, എല്ലാരോടും കരുണ, എങ്കിലേ അയാൾ മൂമിനാവൂ. ലൻ തുഅ്മിനൂ ഹത്താ തറാഹമൂ. കരുണ കാണിക്കുന്നവരായി മാറാതെ, അങ്ങനെയുള്ളൊരു സ്വഭാവം നിങ്ങളിലില്ലാതെ നിങ്ങൾക്ക് മൂമിനാകാൻ കഴിയില്ല. യഥാർത്ഥ മൂമിനാണോ അയാള്
ഒരാളോടുള്ള കാരുണ്യത്തെ കുറിച്ചല്ല മുത്തു റസൂൽ പ്രത്യേകം പറഞ്ഞു. ഒരാളോടുള്ള കാരുണ്യത്തെ കുറിച്ചല്ല, എല്ലാരോടുമുള്ള, എല്ലാ മതവിഭാഗങ്ങൾ, എല്ലാ അയൽവാസികൾ, എല്ലാ ജനങ്ങൾ, എല്ലാവരോടും കാരുണ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ മാത്രമേ അയാള് പരിപൂർണ മൂമിനാവുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. വേറൊരു ഹദീസ് കൂടി പറയുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബഅസ അഹദൻ മിൻ അസ്ഹാബിഹി ഫീ ബഅദി ഇംരിഹി ഫീ ബഅദി അംരിഹി ഖാല ബശ്ശിറൂ വലാ തുനഫിറൂ വയസ്സിറൂ വലാ തുഅസ്സിറൂ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അവരെ യമനിലേക്ക് പറഞ്ഞേക്കുകയാണ്. യാ മുആദ്, മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുകയാണ്. എന്താണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്? ഓ മുആദേ, നിങ്ങൾ ആളുകളെ സന്തോഷിപ്പിക്കുക. ബശ്ശിറൂ വലാ തുനഫിറൂ. നിങ്ങൾ വെറുപ്പുണ്ടാക്കരുത്, വെറുപ്പുണ്ടാക്കരുത്, എല്ലാരെയും സന്തോഷിപ്പിക്കുക. വയസ്സിറൂ, നിങ്ങൾ എളുപ്പമാക്കുക. വലാ തുഅസ്സിറൂ, നിങ്ങൾ ഞെരുക്കമുണ്ടാക്കരുത്. വളരെ വിശാലമായി പറയേണ്ട ഒരു ഹദീസാണ്. ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ട് അവിടെ ആളുകളെ സന്തോഷിപ്പിക്കാനാകണം പോകേണ്ടത്, വെറുപ്പിക്കാൻ പോകരുത്. അവിടെ വെറുപ്പുണ്ടാക്കരുത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു രോഗിയെ കാണാൻ പോവാൻ, എന്താണ് അതിന്റെ ശൈലി? എല്ലാ രോഗികൾക്കും എല്ലാരും വരുന്നത് ഇഷ്ടമുണ്ടാവൂല. രോഗസന്ദർശനം സുന്നത്താണ്. അതിങ്ങനെ പോയിട്ട് ആ പോകുന്ന ആള് എന്താ ചെയ്യണം? സന്തോഷിപ്പിക്കണം. അല്ലാഹു 7 തവണ സുന്നത്തായ ദുആ ഉണ്ടല്ലോ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശൽ അലീം അൻ യശ്ഫീക്. 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 എത്ര തവണ? 7 തവണ. അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോന്നോളി. ഇനി കുറഞ്ഞ സമയം കൂടി നിൽക്കണമെങ്കിൽ ഒന്ന് ദ്വാരന്ന് പോരാ. അങ്ങനെ സന്തോഷിപ്പിക്കുക. ഒരാളെടുക്കലേക്ക് പോകുമ്പോ അവരെ സന്തോഷിപ്പിക്കണം. ഇത് വെറുപ്പിക്കുക. അങ്ങനെ പോകുമ്പോ തന്നെ യാ റബ്ബ്, എന്ത് കിടത്താ നീ കിടക്കുന്ന, എന്ത് രോഗാണിത്, യാ റബ്ബേ ഞാനാകെ ബേജാറായി, എന്ത് രോഗാണ് റബ്ബേ, ഇത് ഇങ്ങനെയാണ്, ഈ രോഗം വന്നാൽ മരിക്കും, എന്തായാലും മരിക്കും, മരിക്കാണ്ട് കൂല എന്ന് പറഞ്ഞിട്ട് ഈ വന്ന ആള് കാരണം അയാൾ മരിക്കും. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ വർത്താനം പറയുന്നവരുണ്ട്. ഇയാള് വന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്നാണ് അയാൾ ചിന്തിക്കുക. എന്തിനാണ് അങ്ങനെ പോയിട്ട് പറയേണ്ട ആവശ്യം എന്താ? ചില പെണ്ണുങ്ങന്മാർക്ക്, ചിലർക്ക് ഇത് സ്വഭാവമുണ്ട്. പിന്നെ ഈ മക്കളില്ലാത്ത ആളുകളെ കാണുമ്പോ കടുത്ത വെറുപ്പിന്റെ വർത്താനം പറയുന്നവരുണ്ട്. എത്ര സ്ത്രീകളാ. ഇന്നൊരു സഹോദരിയുടെ ഒരു മെസ്സേജ് വന്നു, ഉസ്താദ് ഒരു കല്യാണത്തിനും പോകാൻ കഴിയുന്നില്ല, ഒരു സൽക്കാരത്തിനും പോകാൻ കഴിയുന്നില്ല. കാണുമ്പോ ഒക്കെ ചോദിക്കാണ്, ഈ ഗർഭിണിയായില്ലേ, എന്താ മക്കളുണ്ടാവാത്ത, എന്താ ഇയാളെ മക്കൾ കൊടുക്കുന്നത്, നീ എന്താ പ്രസവിക്കാത്തത്, ഒരു കൊല്ലായാലും കല്യാണം കഴിഞ്ഞിട്ട്
2 കൊല്ലായിട്ട് കുട്ടി ഉണ്ടായിട്ടേ. അല്ലാ, 5 കൊല്ലായി നീ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായിട്ടില്ല. ഇങ്ങനെ വെറുപ്പിക്കുന്ന വർത്താനം പറയുന്നവരുണ്ട്. ഒരിക്കലും ഒരു മൂമിനിന്റെ സ്വഭാവമല്ല. അങ്ങനെ ഉണ്ടാകാനേ പാടില്ല. രോഗിന്റെ അടുത്ത് പോയിട്ട് അല്ലാഹുവേ, ഈ രോഗൻ അല്ലാഹു നിങ്ങളെ രോഗം ശിഫയാക്കി തരട്ടെ, ഒന്നും ബേജാറാക്കണ്ട, ഒന്നും ബേജാറാക്കണ്ട, അള്ളാഹുവിന്റെ തീരുമാനാണ്, ഖളാണ്. നമ്മൾ ദ്വാരക്കുന്നുണ്ട്, എല്ലാവരോടും ദ്വാരക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ നല്ല നിലക്ക് നല്ല റബ്ബിന്റെ ആ ഷിഫായിനെ പ്രതീക്ഷിച്ച് നിങ്ങൾ കഴിഞ്ഞോളി. ഞാൻ എല്ലാ ദിവസവും ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. എന്നാല് പിന്നെ കാണാട്ടോ, നല്ല റാഹത്താക്കി തരട്ടെ. അസ്സലാമു അലൈക്കും. യാ അല്ലാഹ്. പോന്നോളി. ഇതാണ് ഇങ്ങനെ പെറ്റ് കിടക്കുക. ഇയാള് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ, ഈ രോഗിന്റെ അടുത്ത് പോയിട്ട് രോഗത്തിന്റെ വിഷമങ്ങളൊന്നും ഇങ്ങനെ പറയരുത്. ക്യാൻസർ രോഗിയാണെങ്കിൽ അല്ലാ, ക്യാൻസറാ, ജല്ല ജലാലായ തമ്പുരാനെ, ക്യാൻസർ വന്നിട്ട് എന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പെണ്ണുങ്ങ് ഇന്നലെ മരിച്ചിന്. എന്റെ അപ്പുറത്തുള്ള വേറൊരു മൂത്തമ്മ ഉണ്ടായിരുന്നു. ആ മൂത്തമ്മ കഴിഞ്ഞ മാസം മരിച്ചത് ക്യാൻസർ ആയിട്ടാണ്. ഈ രോഗി ആകപ്പാടെ ബേജാറായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് ഇവരിങ്ങനെ വരുന്നത്. വന്നിട്ട് ഈ വർത്തമാനങ്ങളാണ് പറയണത്. ഒരിക്കലും അത് രോഗശമനമല്ല. അത് കാരണമായി രോഗം വർദ്ധിക്കുകയാണ്. ക്യാൻസർ ആണോ എന്ത് രോഗമായിരുന്നാലും അത് ഇന്നലെ വരെ ആ പകുതി ഉണ്ടായിട്ടു. ഇയാൾ വന്നതിന് ശേഷം രോഗം ഫുള്ളായി. അങ്ങനെയുണ്ട് കുറേ ആളുകള്. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് സുഖാണ് ഇതിൽ കിട്ടണത്, എന്ത് സുഖാണ് അതിൽ കിട്ടണത്? ഒരു സുഖം അതിലില്ല. അള്ളാഹു നമ്മളൊക്കെ അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള രോഗങ്ങൾ അങ്ങനെ ഉണ്ടായാൽ അതൊരു സുഖത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ അയാളെ നല്ല വെറുതെ വിടൂല. വേറൊരാളുടെ രോഗത്തിൽ സുഖിക്കാം. എന്നിട്ട് രോഗിന്റെ അടുത്ത് പോയിട്ട് നല്ല ഫുളൂലാത്തുകൾ ഇങ്ങനെ വിടുക, കുറെ ബഡായി പറയാ, കുറെ ഫോണിൽ വേറെ ആളോട് സംസാരിച്ച് ചിരിക്കാം. ഈ രോഗിനെ ചിന്തിക്കണ്ടേ? ഈ രോഗം കാരണം വിഷമിക്കാണ്. ഈ വിഷമിക്കുന്ന രോഗിന്റെ അടുത്ത് പോയിട്ട് ഇയാൾ ഫോൺ വിളിക്കുക, എന്നിട്ട് കുറെ ചിരിക്കുക, തമാശ പറയാ. അത് രോഗം വന്നോക്കണം, അപ്പേ അറിയൂ. അതൊന്നും ആരോടും പറഞ്ഞോളണമെന്നില്ല. അവരാരോടും പറയില്ല. കാരണം അവര് വിഷമത്തിലാണ്. ആ വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഇനി വേറൊരാളെ വിഷമിപ്പിക്കണ്ട, അല്ലാ അയാൾ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇതൊന്നും മനസ്സിന്റെ ഉള്ളിൽ സഹിക്കുന്നുണ്ടാവൂല. സ്വന്തം രോഗം വരുമ്പോ മറ്റുള്ളവരിങ്ങനെ സന്തോഷിക്കുന്നതൊന്നും കൂടുതൽ ഇഷ്ടപ്പെടൂല. എന്തേ അയാൾ എന്നെ പരിഗണിക്കാത്തത് എന്ന ഒരു ദയാപരമായ ഒരു നോട്ടമായിരിക്കും ആ രോഗി നോക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. പറയട്ടെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരാളുടെ അടുക്കൽ പോയാൽ നിങ്ങൾ ബശ്ശിറൂ, നിങ്ങളവരെ സന്തോഷിപ്പിക്കണേ. സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഉണ്ടാകുന്ന മെയിൻ പ്രയത്നം എന്താണ്? ഉസ്താദ് ഒരു ഫോട്ടോ എടുക്കാൻ. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം. എന്നാ പിന്നെ ആയിക്കോട്ടെ, നിക്കന്നെ. കാരണം ഇയാളെ സന്തോഷിപ്പിക്കാനാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഇപ്പൊ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഒരു സെൽഫി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കലാണ്. അപ്പോ അതിന് നിൽക്കുക. അതേ സമയത്ത് അന്യരുടെ അടുക്കലേക്ക് ഫോട്ടോ എടുക്കാൻ പോകാൻ പാടില്ല. അത് വേറെ വിഷയം. ഇപ്പൊ അടുത്തൊരു പെണ്ണുങ്ങൾ, ഉസ്താദ് ഞങ്ങൾക്ക് ഉസ്താദിന്റെ ഒരു ഫോട്ടോ എടുക്കണം. അവര് വേണ്ട, അല്ലാ വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെയുണ്ടല്ലോ ഫോട്ടോ എടുക്കൽ, പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കാനുണ്ടോ? അന്യ പുരുഷന്മാരുടെ സ്ത്രീകൾ ഫോട്ടോ എടുക്കാൻ പാടില്ലല്ലോ. അത് അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് പറയാണ്, നമ്മൾ തിരുത്തി കൊടുക്കണം. അത് വേറെ വിഷയം. അങ്ങനെയൊക്കെ ഒരു ഫോട്ടോ പോയാൽ പിന്നെ ദുനിയാവിൽ കഴിഞ്ഞ് ജല്ലജലാലായ തമ്പുരാൻ അല്ലാഹ് കാക്കട്ടെ. ഏതായിരുന്നാലും ഞാൻ പറയുന്നത് സന്തോഷിപ്പിക്കണം. എവിടെ പോയാലും നമ്മൾ സന്തോഷിപ്പിക്കുക. ഇനി 1000 ഉറുപ്പിക കൊടുത്താലാണ് സന്തോഷമെങ്കിൽ അങ്ങനെ
500 രൂപ കൊടുത്താലാണ് സന്തോഷമെങ്കിൽ അങ്ങനെ. ഇനി ഒന്നും കഴിയില്ലേ, അവർക്ക് വേണ്ടി ദ്വാരന്ന് കൊടുക്കുക. അവരെ സന്തോഷിപ്പിക്കാനാണ്. വെറുപ്പിക്കരുത്, ഒരിക്കലും വെറുപ്പിക്കരുത്. ഒരു വീട്ടിലെ സൽക്കാരത്തിന് പോയാൽ, അതിഥിയായി പോയാൽ 3 ദിവസമൊക്കെ അവിടെ നിൽക്കാം. 4ാമത്തെ ദിവസം നിൽക്കുകയും ചിന്തിക്കുക, ഇയാൾ വന്നിട്ട് പോന്നുമില്ല, എല്ലാവരും കഷ്ടം തന്നെ. ഒന്ന് പറഞ്ഞാൽ ഇന്ന് പോയിരുന്നെങ്കിൽ റബ്ബേ, വരാൻ വേണ്ടി യാസീൻ ഓതി പോകാൻ വേണ്ടി ഖത്തം ഓതേണ്ട കോലാണല്ലോ റബ്ബേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. വരാൻ വേണ്ടി യാസീന ഓതിയത്, പോകാൻ വേണ്ടി ഖത്തം ഓതേണ്ട കോല. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര്. വെറുപ്പിക്കരുത്. വലാ തുനഫിറൂ, നിങ്ങൾ വെറുപ്പിക്കരുത്. വയസ്സിറൂ വലാ തുഅസ്സിറൂ. എന്നോട് എൻ്റെ ഭാര്യ പറയാറുണ്ട്, എല്ലാ പുറക്കേക്ക് ഇങ്ങനെ പോകുമ്പോ അവർക്കൊരു വിഷമാവൂലേ, അങ്ങനെ എല്ലാ പുറക്കേക്ക് ഇങ്ങനെ പോകണ്ടാവും. ഞാൻ പറഞ്ഞു, മദനിയ ഉസ്താദ് ഒരു വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ അതവർക്ക് സന്തോഷമാണ്. അത് എനിക്ക് മനസ്സിലാവാത്തതാണ്. ഈ പെണ്ണുങ്ങളോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും തമാശക്ക് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട. ഏതായിരുന്നാലും നമ്മളൊക്കെ ഒരു വീട്ടിലേക്ക് പോകാനാലും സന്തോഷമുള്ള കാര്യമാണ്. പോയാൽ തന്നെ ഒരാൾ നിൽക്കാണ്ട് പെട്ടെന്ന് വരിക. നിങ്ങൾ അവർക്കൊക്കെ എളുപ്പമുണ്ടാക്കി കൊടുക്കണം. അവർക്കിങ്ങനെ എളുപ്പമാണ് ചെയ്യേണ്ടത്, എളുപ്പമാണ് ഉദ്ദേശിക്കേണ്ടത്. അവിടെ നിങ്ങൾ ഞെരുക്കമുണ്ടാക്കരുത്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ നടത്തിയ ഉപദേശവും ബുഖാരിയിൽ കാണാം. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, പൊരുത്തപ്പെടണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് പറയണം. മുത്തു റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുമ്പോ നമുക്ക് പറയാനുള്ളത് മുത്തു നബിയുടെ പിതാമഹന്മാരെ കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപ്പാപ്പയാണ് മഹാനായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് അവരുടെ മഹത്വം, എന്താണ് അവരുടെ ഗുണഗണങ്ങള്? ഏകദൈവ വിശ്വാസിയായിരുന്നു. എല്ലാം എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്ന പേര് വന്നത്? അങ്ങനെ പേരിടാൻ പാടില്ലല്ലോ, അങ്ങനെ പേരിടാൻ പാടില്ല. അബ്ദുൽ മുത്തലിബ് എന്ന പേരിടാൻ പാടില്ല. ഏതർത്ഥത്തില്? അള്ളാഹുവിന്റെ അടിമയാണ് എന്ന, മുത്തലിബിന്റെ അടിമയാണ് എന്ന. നമ്മളാരും മുത്തലിബിന്റെ അടിമയല്ലല്ലോ. മുത്തലിബ് എന്നൊരു പേര് അള്ളാഹ്ക്ക് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ മുത്തലിബിന്റെ അടിമയാകുക? അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്ന് പേരിടുമ്പോ ആ പേരിട്ട ആളോട് ചോദിക്കണം എന്താ അർത്ഥത്തിലാ ഇട്ട്. ആ പേരിന് അങ്ങനെ തന്നെ ഫോളോ ചെയ്തതാണെങ്കിൽ കുഴപ്പമുണ്ടാവൂല. എന്തുകൊണ്ട് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം, പറയാം. മുത്തുനബിയുടെ ഉപ്പാപ്പമാരെ കുറിച്ച് നമുക്ക് പറയണം. അങ്ങനെ മുത്തുനബിയെ പഠിച്ചതിന് ശേഷം നമ്മൾ അശറത്തുൽ മുബശ്ശിരീൻ 10 സ്വഹാബത്തിനെ കുറിച്ച് പഠിക്കും ഇൻഷാ അല്ലാഹ്.